ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 1:14 വീണ്ടും പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് വന്ന ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. സഹോദരങ്ങളെ, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനാണ് എന്നാണല്ലോ ഈ വചനങ്ങൾ പറയുന്നത്. എന്നാൽ കൊളോസ്യർ 1:15 പറയുന്നു, പുത്രനായ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ സാദൃശ്യവും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. വെളിപാട് 1:5 ശ്രദ്ധിക്കൂ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാർക്ക് ഭരണകർത്താവുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഏകജാതൻ എങ്ങനെയാണ് ആദ്യജാതനായത്? നമുക്ക് അതേപ്പറ്റി ഒന്ന് ചിന്തിക്കാം. ദൈവം നിത്യനാണ്, ആരംഭവും അവസാനവുമില്ല. യെശയ്യാ 9:6, എബ്രായർ 7:3, 9:14 ഈ വചനങ്ങൾ വായിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യനാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യനായി തീർന്നു. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഏകജാതൻ ആദ്യജാതനാകാനുള്ള പ്രക്രിയയിലൂടെ കടന്നുപോയി. മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ആദ്യജാതനായ പുത്രനായി മാറി. പിതാക്കന്മാർക്ക് ദൈവം ചെയ്ത വാഗ്ദത്തമായിരുന്നു അത്. യേശുവിനെ ഉയർപ്പിച്ച പിതാവായ ദൈവം ഈ വാഗ്ദാനം നിറവേറ്റി. എബ്രായർ 2:10 വായിച്ചാൽ, യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ പുത്രന്മാരാകാമെന്ന് കാണുന്നു. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ നാം പിതാവായ ദൈവത്തിൻ്റെ അനേകം പുത്രന്മാരിൽ പെടുന്നു. ആരാണ് ആദ്യപുത്രൻ? യേശു. ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു നമ്മുടെ എല്ലാം ഏറ്റവും മുതിർന്നവനായി. നാം ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്. ഇത് നിഗൂഢമായ കാര്യമാണെങ്കിലും അത്ഭുതകരമാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ അനേകം പുത്രന്മാരാണ്. ക്രിസ്തുവിൻ്റെ അനേക സഹോദരന്മാരാണ്. ക്രിസ്തുവാണ് ആദ്യജാതൻ. നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നത് ക്രിസ്തുവാണ്. റോമർ 8:29 കേൾക്കൂ. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രനോട് സദൃശ്യരായി തീരാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അത് അവിടുത്തെ പുത്രൻ അനേകം സഹോദരങ്ങളിൽ ഒന്നാമനാകേണ്ടതിനാണ്. അങ്ങനെ ക്രിസ്തുവിൽ ധാരാളം വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി, ദൈവത്തിൻ്റെ പുത്രന്മാരായി. അനുദിനം നാം ആദ്യജാതനായി യേശുവിൻ്റെ പ്രതിച്ഛായയോട് അനുരൂപപ്പെടണം. അതിനായി നാം ആദ്യജാതനെ നോക്കണം, അനുകരിക്കണം. അങ്ങനെ നമുക്ക് യേശുവിനാൽ ലഭിച്ച ആ വിലയേറിയ സ്ഥാനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. നമ്മെ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു വരും. ആ മഹത്വത്തിൻ തേജസ്സിൽ പ്രവേശിക്കാൻ നമുക്ക് ഒരുങ്ങാം. ആ സ്ഥാനം നമുക്ക് നേടിത്തന്ന യേശുവിന് നന്ദി പറയാം. ദൈവമേ, അങ്ങയുടെ ഏകജാതനായ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ആദ്യജാതനായി തീർന്ന സത്യവചനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.